എസ് ശരണാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ശരൺ, കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഇനിയുള്ള തുടർ നീക്കങ്ങൾ അതെങ്ങനെയാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? ആര്യ, അക്കാര്യത്തിൽ പോലീസിനും വലിയ ആശയക്കുഴപ്പമുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ റൂറൽ എസ് പിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ലഹരി ഉപയോഗിച്ചോ എന്ന കാര്യത്തിലടക്കം വിശദമായ പരിശോധനകൾ നടത്തുമെന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ, അതായത് ഒരു അപകടം നടന്ന് അപ്പോൾ തന്നെ പ്രതിയെ പിടികൂടി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയാൽ മാത്രമേ നമുക്കറിയാം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, മദ്യമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ഇത്രയേറെ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ശനിയാഴ്ച രാത്രി 7:30 നടന്ന ഒരു അപകടമാണ്. അതിനുശേഷം 6 ദിവസങ്ങൾ പിന്നിട്ടിട്ടാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ ഇനി വൈദ്യപരിശോധന കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണവും ഉണ്ടാകുമോ എന്നുള്ളത് തന്നെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രതി വാഗമണിൽ നിന്ന് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിനുശേഷം അങ്കമാലിയിലേക്ക് അവർ യാത്ര തിരിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യും. ഇതിൽ പ്രതിയിൽ നിന്ന് മനസ്സിലായി എന്ത് സാഹചര്യത്തിലാണ് ഈ വാഹനം അവിടെ നിർത്താതെ പോയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് ഇനി നടക്കുകയും ചെയ്യുക. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പ്, അതായത് ഇപ്പോൾ അപകടമുണ്ടായിരിക്കും, ഒരു പെൺകുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ച ശേഷം അവിടെ നിർത്താതെ കടന്നു പോയിരിക്കുകയാണ്. മനഃപൂർവ്വമായ നരഹത്യ, അതായത് കുറ്റകരമായ നരഹത്യ എന്ന വകുപ്പാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇനി ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുക. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അച്ഛന്റെ അറസ്റ്റിന് പിന്നാലെ കൂടിയാണ് ഈ പ്രതി പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ്. അതായത് ഇന്നലെ ഈ ജോർജ് മാത്യുവിനെ സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. മകൻ എവിടേക്കാണ് പോയത് എന്നുള്ളതിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് നടന്നത്. ഒരു ഘട്ടത്തിൽ പോലും മകൻ എവിടെയെങ്കിലും പോയി, അതായത് എവിടെയാണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ ഇയാൾ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ കഴിയാൻ സഹായിച്ചു, മകനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ രണ്ടുപേരെയും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള പരിശോധനകളിലേക്ക് പോലീസിനെ കടക്കേണ്ടിയിരിക്കും. തുടക്കം മുതൽ തന്നെ ഈ കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് ഈ പ്രതി ആരാണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ പ്രതിയുടെ അഭിഭാഷകൻ പോലീസിനെ അറിയിക്കുകയാണ്. അതായത് ഈ പ്രതി ഇന്ന ദിവസം ഇന്ന സമയം സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് പറയുന്നു. പോലീസ് അതിനുവേണ്ടി കാത്തിരിക്കുന്നു. നമുക്കറിയാം, സമീപകാലത്തൊന്നും തന്നെ നമ്മൾ ഒരു കേസിലും കാണാത്തതും കേൾക്കാത്തതുമായിട്ടൊരു കാര്യമാണ്, ഒരു പ്രതിയെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അയാളെ ട്രേസ് ചെയ്ത് അയാളെ ഏത് സ്ഥലത്താണ് ഉള്ളത് അവിടെ എത്തി കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസിന്റെ പതിവ് രീതി. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയൊരു വിവാദമുണ്ടായ കേസാണ്. എന്നിട്ട് പോലും പോലീസ് ഈ പ്രതി സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് പ്രതി പോലീസിനെ പറ്റിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞോട് കൂടിയാണ് വിശദമായ പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. അതിനുപുഴവിലെ വീട്ടിൽ പരിശോധന നടത്തുന്നു. ഇതിന് പുറമെ തന്നെ മറ്റിടങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പരിശോധന നടത്തുന്നു. ഇതിനിടയിൽ തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായി മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലുക്കൌട്ട് നോട്ടീസിൽ കൃത്യമായി തന്നെ ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അറിയിക്കണം, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാകണം നാട്ടുകാർ ഈ വിവരം പോലീസിന് കൈമാറിയിട്ടുണ്ടാവുക.